ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒരു സാങ്കല്പികം മാത്രമാണ്. നിങ്ങളെല്ലാവരും അപ്പം ഇതൊരു ഗെയിമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറവുകൾ കുറേ ഉണ്ടാവും. നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹലോ ഗായ്സ്, എല്ലാ ചങ്ങാതിമാർക്കും നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൺകുട്ടികളുടെ ഒരു വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു ടൂറിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മളും നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറകെ കുറേ നാൾ ഓടി നമ്മുടെ ഒരു ചേസ് നമ്മൾ 2 ചേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചേസിൻ്റെ വീടെടുത്തില്ല, കാരണം നമ്മളല്ല വണ്ടിയൊന്നും കൊണ്ടിടാൻ പോയത്. നമുക്ക് വേറെ ആളെ കൊണ്ട് നമ്മൾ വണ്ടി കൊണ്ടിടും. ഇപ്പോൾ നമ്മൾ പുതിയൊരു ചേസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ അശ്വലിൻ്റെ BS6 ആണ്. 210 വീൽ ബേസാണ്. 210 വീൽ ബേസാണ്. നമ്മളൊരു സെഡോം പണിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പം പ്രകാശിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വന്നതാണ്. പ്രകാശിലേക്ക് ഇപ്പോൾ കുറച്ചും കൂടി ദൂരം പോയാൽ മതി. ഇപ്പം നമ്മളിവിടൊരു കാണാൻ പറ്റും, ഒരു കാർ വാശക്കില്ലേ, ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ രാത്രി ഓടി ഇവിടെ എത്തി. പ്രകാശിലേക്ക് ഇനി കുറച്ച് ദൂരം കൂടി പോയാൽ മതി. ഉറക്കം വന്നപ്പോൾ കുറച്ച് നേരം നിർത്തിയൊന്നും മയങ്ങി. ഇനി ഓടിച്ചൊന്നും പറ്റില്ലെന്ന്. ഒന്നാമത് ഈ വണ്ടി എടുത്തപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് ഓടിങ്ങ് വന്ന് കുറച്ചൊന്ന് കേരളം വിട്ടെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും കേരളം ഒന്ന് വിട്ട് ഒരു ബോർഡറൊക്കെ ആയപ്പോഴത്തേനും ബ്രേക്ക് ഔട്ടുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. വണ്ടി നിൽക്കണില്ല. ബ്രേക്ക് അങ്ങനെ ഔട്ടുമ്പോൾ അത്ര നിൽക്കണില്ല. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ വണ്ടി ഞാൻ കാണിച്ചുതരാം. BS6 ആണ്. 2025 മോഡൽ. നമ്മുടെ പുതിയ വീഡിയോ ആണ്. ഞാൻ ആദ്യത്തേൻ്റെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. നമ്മളെ വീഡിയോ എടുത്തുമില്ല. അത് വേറെ ആളായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്ന അപ്പം തന്നെ ഈ വണ്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ ഒരുമിച്ചല്ല എടുത്തത്. കാശ് ഒരുമിച്ചെടുത്താൽ മതിയായിരുന്നു. ഇപ്പം ആയിരിക്കും ഒരുമിച്ചെടുത്താൽ മതിയെന്നാണ്. പക്ഷേ അതിൻ്റെ അവിടെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാശിന് ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സുവർന്ന് പോവാം. സെറ്റല്ലേ പിന്നില്ല. BS6 ആണ്. നമുക്ക് കാണാൻ മനസ്സിലാവും BS6 ആണ്. അപ്പോൾ നമ്മൾ പോവാണ്. ഫുള്ളായി ഭയങ്കര വൈബ്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ സ്റ്റിയറിങ് പിടിച്ചിങ്ങനെ തൂത്ത് കളയാൻ നോക്കിയാൽ എന്തൊരു സാധനമാണ് ചെളിയാണ്. ഇപ്പോൾ ചെല്ലുമ്പോൾ എന്തായാലും ഒരു വണ്ടി ഒന്ന് കഴുകിയൊക്കെ കൊടുക്കും, തുടച്ചൊക്കെ ഒന്ന് വെക്കണം കൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൃത്യ സ്ഥലം എൻ്റെ അടുത്ത് ചോദിക്കില്ല, എനിക്ക് എവിടെയാണെന്നറിയില്ല. പക്ഷെ നമ്മൾ ബാംഗ്ലൂരല്ല, പ്രകാശിൻ്റെ അടുത്താണ്. ബാംഗ്ലൂരായിരുന്നു, പ്രകാശിൻ്റെ അടുത്താണ്. കുറച്ച് ദൂരം പോയാൽ മതി. ഇപ്പോൾ ഒരു കാർ വാശി ഉണ്ടപ്പോൾ നമ്മൾ അവിടെ കയറ്റിയിട്ടാണ്. അങ്ങനെ ബ്രേക്കിന് ഒരു കുഴപ്പമുണ്ട് കൈസ്, എന്താണെന്നറിയില്ല. ബ്രേക്കിന് അത്യാവശ്യം നല്ല കുഴപ്പമുണ്ട്. ചവിട്ടിയിട്ട് അത്രയ്ക്കാൻ കിട്ടണില്ല. അപ്പോൾ ഇനി വണ്ടിയും പറഞ്ഞൊക്കെ പോവാം. കാരണം ടൂറിസ്റ്റ് പാട്ടിങ്ങനെ വെക്കാൻ റേഡിയോ പോലും ഇല്ല. മഴ ഒന്നാമതേ ഉണ്ടോ, മഴയാണ്. ഇനിയിപ്പോൾ ഫുള്ള് ചെളിയാവുകയാണ്. പിന്നെ ഇവിടെ എത്തും കുറേ ഫാക്ടറിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രകാശിലേക്കാണ് വേണ്ടത്. കുറേ ജങ്കിയാളൊക്കെ ഉള്ള സ്ഥലമൊക്കെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ട ബ്രേക്ക് ചവിട്ടുമ്പോൾ കിട്ടണില്ല ഗൈസ്, എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ബ്രേക്ക് ഫുള്ളായിട്ട് പോകണില്ല. വണ്ടി നിൽക്കും, പക്ഷേ ബ്രേക്ക് അത്രയ്ക്കാൻ കിട്ടണില്ല. അവിടെ വെച്ച് ഒരു പ്രാവശ്യം വണ്ടി ഇടിയാൻ പോയി, തട്ടിയിട്ടില്ല. ഇതുവരെയും വണ്ടി തട്ടിയില്ല. ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ അടുത്ത് പറയുന്നു. പക്ഷെ അങ്ങനെ വലിയ തട്ടൊന്നും തട്ടില്ലായിരിക്കും. കാരണം നമ്മൾ നേരത്തെ മുൻകൂട്ടി ബ്രേക്ക് പിടിച്ചാലും പയ്യെ നിൽക്കുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ പോയാൽ പയ്യെ നിൽക്കുള്ളൂ. പിന്നെന്താണ്, പിന്നെ ചേച്ചിക്ക് നമുക്ക് ചേച്ചി തരണം. പിന്നെ വേറൊരു മറ്റേ വണ്ടിയുടെ ഡെലിവറി ഒരുമിച്ചായിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി വേറെ ആരെ കൊണ്ടെങ്കിലും പറഞ്ഞ് ഇടിയിച്ചിട്ട് നമ്മൾ ഈ വണ്ടി കൊണ്ട് വരും. നമ്മൾ ആദ്യത്തെ വണ്ടി ഇപ്പം രണ്ടാമത്തെ വണ്ടി എടുക്കാൻ വേറെ ആളെയും വരും. 2 വണ്ടി ഒരുമിച്ചെടുക്കാൻ കാരണം ആൾക്കാർ ഒരുമിച്ചെടുത്തിട്ട് ഒരേപോലെ കൊണ്ടുപോകും. 2 സമയത്തായിട്ടാണ് എടുത്തത്. എന്തോ ഞാൻ പൊട്ടത്തിലാണ് കാണിച്ചത്, എന്തോ മനസ്സിലായില്ലേ എനിക്ക്. ഞാൻ ഇതിപ്പോൾ അങ്ങനെ കാണിച്ചെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടണില്ല. ബ്രേക്ക് കിട്ടണില്ല. വണ്ടി ചെറുതായിട്ടൊന്നുമല്ല, എൻ്റെ കണ്ണാടിയുടെ ഭാഗം തട്ടിയിട്ടുണ്ട്. അല്ല, ഇതാണ് ഈ പ്രശ്നം. ബ്രേക്ക് ചവിട്ടുമ്പോൾ കിട്ടണില്ല, അതുകൊണ്ടാണ്. അല്ലാണ്ട് നമുക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. നിർത്തിയിട്ട് നോക്കണം കേസ് വണ്ടിക്ക് എന്തുകൊണ്ടാണ് ബ്രേക്ക് കിട്ടാത്തതെന്നുള്ള കാര്യം. ഒരു പ്രശ്നമുണ്ട് കേസ്. കേരളം വിടണമായിരുന്നു കുഴപ്പമില്ല. കേരളത്തിൻ്റെ ബോർഡറൊക്കെ അവിടെയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ വണ്ടി കിട്ടാനുള്ള കേസ്.
ഇത് ഇപ്പം ചെന്ന് കയറിയേനെ അതുകൊണ്ട് ഇടിച്ചില്ലേ ഇടിച്ചേനെ. പിന്നെ എൻ്റെ ശബ്ദത്തിനൊക്കെ ചിലപ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും. അതിന് കാരണം തൊണ്ട പോയിരിക്കുകയാണ്. ഈ രാത്രിയൊക്കെ വണ്ടി ഓടിച്ചാൽ തൊണ്ട പോയിരിക്കുകയാണ്. വ്ളോഗാണ് ഈ സത്യം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, അപ്പോൾ കമൻ്റൊക്കെ ഇടുക. നിങ്ങൾ പറയണ പോലെ ഇനി പറയണ വണ്ടികൾ ഞാൻ കൊണ്ടുവരാൻ നോക്കാം. പിന്നെന്താണ്, ഇതുപോലെ നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളാണ് എൻ്റെ പ്രോത്സാഹനം. അയ്യോ ഗൈസ് ബ്രേക്ക് കിട്ടണം, കിട്ടണ കണ്ട ഗൈസ് ഇത് കണ്ട ഭയം കൊണ്ട് ഗൈസ് വണ്ടി ഇടിച്ചില്ല. ഇത് അതിലും നമ്മളെ വണ്ടി ചെറുതായിട്ട് കണ്ണാടി മാത്രം തട്ടി, പക്ഷെ പൊട്ടിപ്പോയില്ല. കാരണം അവിടെ കട്ടിങ് ഉണ്ടായിരുന്നു. കണ്ട് ഇതിലൂടെ കാന എന്തോ സാധനമുണ്ട്, അത് ഈ കയറുന്നതുകൊണ്ടാണ് ഇത് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടണല്ലോ. ഇപ്പം പ്രാവശ്യം തട്ടി, പക്ഷെ വണ്ടിക്കൊന്നും പറ്റിയില്ല. ഒന്നും രണ്ടും തട്ടിയില്ലല്ലോ. മറ്റേ അത് ആദ്യത്തെ കണ്ണാടിയുടെ മാത്രം തട്ടുള്ളൂ. കേസാണ്, വേറെ ബോഡിയും കുഴപ്പമൊന്നും ഇല്ല. തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താ സംഭവിക്കാന്ന്. എല്ലാം പൊളിഞ്ഞ് കൈ കിട്ടും. വണ്ടി നിർത്തട്ടെ, എന്തോ ഒരു മിസ്സിങ് ഉള്ള പോലെ. ബ്രേക്ക് ഇപ്പോൾ കണ്ടു ചവിട്ടിട്ട് കിട്ടി, അല്ലെ ആവശ്യമുള്ള വണ്ടിക്ക് ബ്രേക്ക് കിട്ടും. സംസാരിച്ചിരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോണൊന്ന് താഴെ പോയി, കൈയും സ്ലിപ്പായി. അപ്പോഴത്തേന് ഒന്ന് കട്ട് ചെയ്തതാണ് ഗൈസ്. പിന്നെ നമ്മൾ വണ്ടി കുറച്ചും കൂടി ഓടി വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കണത്. ഇപ്പോഴാണ് ഈ സമയം ഏതാണ്ട് ഏറ്റവും അടുത്തല്ല, കുറച്ചും കൂടി പോയാൽ മതി പ്രകാശിലേക്ക് എത്താൻ. ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ പോലും ഇല്ലെന്ന് ഉണ്ടാവുമായിരിക്കും. കുറച്ച് പോയാൽ മതി, കുറച്ചും കൂടി പോയാൽ മതി. അപ്പോൾ നമ്മുടെ സ്വപ്നം, കുറേ കാലത്തെ സ്വപ്നം അങ്ങനെ നിറവേടാൻ പോവുകയാണ് ഗീസ്. ഇപ്പം വീട്ടുകാർക്കൊക്കെ സപ്പോർട്ടായിരുന്നു ഗീസ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ 34 ലക്ഷമാണ് ഗീസ് ലൈലാൻഡിൻ്റെ BS6 സ്റ്റേസിന്. ബോഡി വേണമെങ്കിൽ ഒരു 18 ലക്ഷം വരും. പിന്നെ കാശ് വേണമല്ലോ. നമുക്ക് പിന്നെ സെറ്റ് കയറ്റുന്നത് സെറ്റ് നമുക്ക് ഇവിടെ നിന്ന് കയറ്റണമെന്നൊക്കെ നമുക്ക് ഇനി വണ്ടി ഇറക്കി കഴിയുമ്പോൾ ഈ നമ്മൾ പ്രകാശിൻ്റെ ഏറ്റവും അടുത്ത് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ പ്രകാശിൻ്റെ ഈ സമയം കുറേ കാലത്തെ ആഗ്രഹം ഈ നമുക്ക് അങ്ങനെ വണ്ടിയിൽ പ്രകാശിലെത്തി. ഇപ്പം എൻ്റെ സന്തോഷം ഇങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. പൈസ വണ്ടി പ്രകാശിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഏതാ വൈബല്ലേ. നിങ്ങൾക്ക് എന്തായാലും ഒന്ന് പറയണം കൈസ്, ആ ബ്രേക്കിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞില്ലെങ്കിൽ. ഒന്നാമത് മഴയും കൂടി എനിക്ക് നനഞ്ഞതിന് പനി പിടിക്കുമെന്ന് നല്ല ഡൗട്ടുണ്ട്. വണ്ടി ഇടണം, 2 വണ്ടി ഒരുമിച്ചായിരിക്കില്ല. 1 വണ്ടി ഡെലിവറി കഴിഞ്ഞപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് വണ്ടി നമ്മൾ നിർത്തിയിട്ട് ഇവിടുത്തെ ഷെഡിലേക്ക് കയറ്റാണ് പറഞ്ഞേച്ചാൽ വണ്ടി നിർത്തിയിട്ട് നമുക്ക് നോക്കണം, ഇങ്ങനെ കയറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കണം ഗൈസ്. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് കയറ്റം ഒടിഞ്ഞ് കിട്ടും, പക്ഷെ അവിടെ ഒരു കുറച്ച് പാട്ടോട് സാധനം കിട്ടണം. എല്ലാ സാധനം നോക്കണം ഗൈസ്. ഇവിടെ ഈ പാർക്കിംഗ് ഒക്കെ ഇവിടെ ഒന്ന് വിശാലമായിട്ടൊന്ന് കാണിട്ട് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഓഫീസിൽ പോവുക, പിന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോവുക. അതാണ് ഇവിടെ പറ്റുള്ളൂ. രണ്ട് പേർ സംസാരിച്ചുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം ഗൈസ്. വളഞ്ഞ് കിട്ടും, പക്ഷേ നമുക്ക് ഫ്രണ്ട് കയറ്റിയിടാം ഗൈസ്. ബാക്കിലോട്ട് എടുത്തിട്ടിട്ട് ഫ്രണ്ട് ആണ് ഇടാൻ വെച്ചാൽ ഇവിടെ ഇട്ടാണ് ഓടിക്കാൻ പറ്റില്ല, അങ്ങോട്ട് വളയ്ക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് ബാക്ക് കയറ്റിയിടാം. ബാക്ക് വന്ന രീതിയിലാണ് പാർക്കിംഗ് ഉണ്ടാകില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടാന്ന് പറഞ്ഞാൽ. തിരക്ക് കുറവാണ് തോന്നുന്നത് ഗൈസ്. അങ്ങനെയൊന്നുമില്ല, ഒരു സബ്ബായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ കയറ്റിടാനാണ് പറഞ്ഞത്. വണ്ടി ഡെലിവറി ചെയ്യണതൊക്കെ അപ്പുറത്താണ് ഈ സ്ഥലം. നമുക്ക് ഡെലിവറിയുടെ സമയത്ത് കാണിച്ചു തരാം. എന്ത് പൊങ്ങിയൊക്കെ വണ്ടി എന്ത് സാധനം ഈസിൻ്റെ അടിയിൽ പൊങ്ങിയതാണെങ്കിൽ ഈസിയായിരിക്കണം ഇവിടുത്തെ വെച്ചാൽ. വണ്ടി ഇപ്പോൾ തട്ടിക്കൊല്ലും പോയാൽ ബ്രേക്ക് കിട്ടണം കേട്ടോ. പയ്യെ പോയാൽ ബ്രേക്ക് കിട്ടും, പയ്യെ പോയാൽ പനിയും തിന്നാലോ. ഇല്ല, പയ്യെ തിന്നാൽ പനിയും തിന്നാം. അതിന്
അതെ പയ്യെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഈ നമ്മളെ വണ്ടി കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. പിന്നെ 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 എന്താണ് പരിപാടി? ഇനിയിപ്പോൾ നമുക്ക് വേറൊന്നുമില്ല. വണ്ടി ഒന്ന് ഇവിടെ ഇടണം, നേരെ പോകണം. ഫോർട്ടിലേക്ക് വേറെ കൂടുതൽ വേറെ കൂട്ടിന് വേറെ ആരും വന്നില്ലേ. നമുക്ക് ഓരോ തിരക്കില്ല. നമ്മൾ തന്നെ പോയിട്ട് വരാമെന്ന് ശരി. വീട്ടിൽ നിന്ന് ഒരാൾ വന്നം ഇല്ലെങ്കിൽ ബോറടിച്ചിരിക്കും കേസ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ടിനി സ്ഥലങ്ങൾ പോയിട്ട് നമുക്ക് കുറച്ച് ഓഫീസിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി കാശ് കൊടുക്കണ്ടേ. സെഡോൺ പണിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആദ്യത്തെ വണ്ടി ഇപ്പോൾ സെഡോൺ ആയിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ പണിയണത് 2 വണ്ടി സെഡോണാണ്. 2 വണ്ടി നമ്മൾ സെഡോണാണ്. ഇല്ല, 2 വണ്ടി സെഡോണല്ല. ഒരു വണ്ടി സെഡോണും ഒരു വണ്ടി സെഡ് ആസ്റ്ററുമാണ്. ആസ്ട്ര എനിക്കിപ്പോൾ അതിൻ്റെ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ അറിയില്ല. അസ്ത്രയാണ് മതി. പിന്നെ നമുക്കൊരു ഈ വണ്ടി ഒന്ന് ഓടി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് അടുത്ത സസ്പെൻസായിട്ട് ഒരു ചേസും കൂടി വരുന്നുണ്ട്. ആ ചേസിൻ്റെ ബോഡി ഞാൻ പറയില്ല. ചേസിൻ്റെ ബോഡി സമയത്തോടെ ഇപ്പം നമ്മളവിടെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കുഴപ്പമില്ലെന്നെന്തിനു പറഞ്ഞു. നമ്മൾ കുഴപ്പമില്ല എന്നാണ്. കാശിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ ജനറേറ്റർ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു പണിക്കൊക്കെ വേണ്ടിയിട്ട്. എന്ത് പെട്ടി തന്നെ സാധനമാണ് എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് വണ്ടിയോട് വളച്ചിട്ട് മതിയായിക്കലായിരുന്നു. അങ്ങോട്ടൊക്കെ കയറ്റി കഴിഞ്ഞാൽ തട്ടിമുട്ടിക്കണം. അങ്ങനത്തെ ശരിയല്ല. വണ്ടിയോടെ കിടക്കുവാണ്. അപ്പം നമുക്ക് വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു കേസ്. കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക.